നമ്മൾ ഫലം കായ്ക്കുന്നവരായിരിക്കണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് ഇന്ന് രാവിലെ ജീവനോടുണ്ടായിരുന്നുവെങ്കിൽ, ഈ സഭയിൽ പൗലോസ് വന്നിരുന്നുവെങ്കിൽ, വാട്ട് എ പ്രിവിലേജ് ഫോർ us, റൈറ്റ്? പൗലോസ് എന്തായിരിക്കും നമ്മളോട് പറയുന്നത്? You have to bear fruit. നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray that you have to bear fruit. And that was the sincere prayer for the believers in Colossians. And before last week, I suppose, we had a message on bearing fruit, and I told you that there are different groups of people in the church. There are different types of believers in the church, right? You know, എന്താ ടൈപ്പാന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിലീവേഴ്സ് ഇൻ എവരി ചർച്ച്. എല്ലാ സഭകളിലും വ്യത്യസ്തമായ ആളുകളുണ്ട്, സ്വഭാവത്തിൽ വ്യത്യാസമായ ആളുകളുണ്ട്, അഭിരുചിക്ക് വ്യത്യാസമായ ആളുകളുണ്ട്. എന്നതുപോലെ എല്ലാ സഭകളിലും ഫലം കായ്ക്കുന്നവരുള്ള ബന്ധത്തിൽ വ്യത്യസ്തതയുള്ള ആളുകളുണ്ട്. There are a group of people who bear fruits. ഫലം കായ്ക്കുന്ന ഒരു പറ്റം ആളുകൾ, ഭൂരിഭാഗം ആളുകളും ഫലം കായ്ക്കുന്നവരായിട്ട് തന്നെയാണ് എല്ലാ സഭകളിലും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ we have to abide in him. നമ്മൾ കർത്താവിൽ എന്ത് ചെയ്യണം? വസിക്കണം. How many hours a day we have to abide in Christ? 7 hours a day, right? Or on Sunday, right? At least 3-4 hours on Sunday a week we have to abide in Christ. That is not what Paul says. Paul says you have to abide in Christ 24/7. രാത്രിയിലും പകലും ജോലിയിൽ പോകുമ്പോഴും ഏത് തുറകളിലായിരിക്കുമ്പോഴും നിങ്ങൾ കർത്താവിൽ വസിക്കണം. കർത്താവിൽ വസിക്കാത്ത ഒരു മണിക്കൂർ പോലും നമുക്കുണ്ടാകരുത്. കർത്താവിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിപ്പോകും. എല്ലായ്പ്പോഴും നിങ്ങൾ stay connected with Christ always. And you know what are the hindrances that are standing as obstacles on your way so that your strong relationship with the Christ are broken. Take away all the hindrances and pray to the Lord. Lord, I want to stay connected with you always in my life. എല്ലായ്പ്പോഴും ദൈവമായിട്ട് നമ്മൾ സന്ധിക്കേണ്ടിയിരിക്കുന്നു. ആ കർത്താവിന്റെ സാന്നിധ്യം വരാത്ത ഒരിടത്ത് നമ്മൾ പോകരുത്. We should not go to a place where God cannot come with us. Don't open a door where we are not able to experience the presence of the Lord. Always there is an eye on you watching. നിങ്ങളെ നോക്കുന്ന ഒരു കണ്ണുണ്ട്. You can pretend before pastor can pretend before believers, children can pretend before parents, students can pretend before teachers, but there is a place where you can never pretend. That is the presence of the Lord. Never and ever you can pretend here. Never and ever you can be a hypocrite here. God wills you, God sees you, and God measures you. എനിക്ക് നിങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിക്കാൻ കഴിയും, നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ കഴിയും, മാതാപിതാക്കളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾക്ക് അഭിനയിക്കുവാൻ കഴിയും, അധ്യാപകരുടെ മുമ്പിൽ വിദ്യാർത്ഥികൾക്ക് അഭിനയിക്കാൻ കഴിയും. പക്ഷെ അഭിനയം ചെലവാകാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യമാണ്. ഒരിക്കലും ഇവിടെ അഭിനയം ചെലവാകുകയില്ല, ഒരിക്കലും. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ വരുമ്പോൾ അഭിനയിക്കരുത്. ഉള്ളതുപോലെ വന്ന ദൈവ സന്നിധിയിൽ ഹൃദയത്തെ പകരുക. ഇവിടെ നമുക്ക് അഭിനയം വേണ്ട പ്രിയ സഹോദരങ്ങളെ. ഇവിടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പകൽ ഞാനും നിങ്ങളുമായിരിക്കുന്നത് എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭയഭക്തിയോടുകൂടി ആയിരിക്കട്ടെ. സോ ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലേഷൻഷിപ്പ് ആൻഡ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ റിലേഷൻഷിപ്പ്. ബേസിക്കലി ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ തിങ്സ്. നമ്മൾ
a kind of mechanism. I feel a kind of mechanism when we come to the church. At least some people sing for the sake of singing. Some people pray for the sake of praying. Some people come to the church for the sake of coming. A mechanism. യാന്ത്രികമായിട്ടുള്ള ചിലതൊക്കെ നമ്മളിവിടെ കാണുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് മുരടിക്കാറുണ്ട്. യാന്ത്രികത. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുമ്പോൾ ആരാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചിലരെയൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളൊരു വ്യക്തിയുമായിട്ട് പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. someone else is watching over you. You are talking with someone. Can that person understand deeply your relationship, whether he or she is a friend or a stranger? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? നിങ്ങളൊരു സുഹൃത്തുമായിട്ട് ആരെങ്കിലുമായിട്ട് ഒരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, പുറത്ത് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ബന്ധം അപരിചിതനാണോ ഒരാഴമേറിയ സുഹൃത്ത് ബന്ധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഈസിലി. നിങ്ങൾ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ I do not know the person whom you are talking with. I can easily understand whether that person is a stranger or your close friend. The way you act, the way you behave, the way you show your gestures, I can easily understand whether he is a friend or enemy or a stranger. So also, when we come to the presence of the Lord and worship the Lord, we can easily understand what your relationship with the Lord. ദൈവമായിട്ട് നിങ്ങളുടെ ആഴത്തിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Please keep in mind that worship is not the words that come out of your mouth. It is an attitude of your mind and your heart and your body towards God. I repeat, worship is an attitude of your body, mind and heart towards God. ആരാധന എന്നുള്ളത് ഹൃദയത്തിന്റെ മാത്രമല്ല, ബോഡിയുണ്ട്. ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ആക്ഷൻസ് കർത്താവിനോടുള്ളതും കൂടെ ആരാധന. ബോഡി ഉണ്ട്, ഇതിനകത്ത് ജസ്റ്റേഴ്സ് ഉണ്ട്, ഇതിനകത്ത് കൈ ഉയർത്തലുണ്ട്, ഇതിനകത്ത് കൈയടി ഉണ്ട്, ഇതിനകത്ത് ആഹ്ലാദമുണ്ട്, ഇതിനകത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, we have to be excited when we come to the presence of the Lord. How many of you are excited because you are saved? How many of you are excited because Holy Spirit is with you? How many of you are excited because of the assurance of eternity? I am so excited. On the stage I am excited because Almighty God called me to be the minister of His word. I have never murmured. ഞാൻ ഒരിക്കലും പുറപ്പെടുത്തുള്ള കർത്താവേ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച് ആദ്യം ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. My father was a pastor living in parsonages, seeing all the troubles and sufferings. I said I would never go to minister, never be a minister of God. So they continually prayed for me. അവർ പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് ഞാൻ സന്തോഷിക്കുകയാണ്, കർത്താവ് ഇതിനു വേണ്ടി എന്നെ വിളിച്ചല്ല. Are you excited because you are a believer? Are you excited? Excited? Or are you shameful? Oh, there was no other way but to come to the church. വരാതെ എന്നാ ഇരിക്കാൻ നോക്കും അല്ലേ? ഇന്ന് അങ്ങാടെങ്ങാൻ പോയിരുന്നെങ്കിൽ കിടന്ന് ഉറങ്ങായിരുന്നു. ഇന്ന് രാത്രി 12 മണിക്ക് ഉറങ്ങിയത്. പ്രിയ സഹോദരൻ, എക്സൈറ്റഡ് ആണ്. ദൈവസന്നി വരുമ്പോൾ മതി മറക്കണമെന്ന്. കർത്താവിന് നമുക്ക് മതിമറന്ന് ആരാധിക്കണമെന്നേ. ആ കർത്താവുമായിട്ടൊരു ആഴമേറിയ ബന്ധമുണ്ടെങ്കിൽ ഇരിക്കുന്ന സ്ഥലമെല്ലാം മറന്നു ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഇന്ന് പകൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ച സുഹൃത്ത് ബന്ധത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് shout hallelujah! Praise the Lord! Hallelujah! We are excited because we are the children of God. ദൈവത്തിന് മക്കളാകുന്നു എന്നുള്ളതിൽ നാം അഭിമാനം കൊള്ളുകയാണ് ചെയ്യുന്ന. സ്തോത്രം. ഇനി രണ്ടാമത്തെ വേറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദി അതർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ദോസ് പീപ്പിൾ ഹു ഡു നോട്ട് ബെയർ ഫ്രൂട്ട്. യേശു അത് പറയുന്നുണ്ട്, എന്നിൽ വസിക്കാത്ത കൊമ്പുകൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയുന്നതല്ല. ലിസൺ കെയർഫുള്ളി ദി നെക്സ്റ്റ് ഫേസ് ഓഫ് ദിസ് സെർമൺ. See, there are two kinds of branches that Jesus Christ makes mention of. One branch abides in Him and produces fruits, and the other branch does not abide in Him and thereby does not produce fruit.
യേശു കർത്താവ് ഇതാ പറയുന്ന രണ്ടു വിധത്തിലുള്ള ശിഖരങ്ങൾ, രണ്ടു വിധത്തിലുള്ള കൊമ്പുകൾ. ഒന്ന് കർത്താവിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്ന കൊമ്പുകൾ, രണ്ടാമത് കർത്താവിൽ വസിക്കുന്നേയില്ല, അങ്ങനെയുള്ള കൊമ്പുകളുണ്ട്. See the contrast there. Jesus was about to be crucified and he is spending his last hours with his disciples. It's the last sermon for the disciples, 15th and 17th chapter. And 17th chapter, Jesus prays for his disciples. And then he goes to the Gethsemane. And here in this context, the last discourse with the disciples, and he says that there is a branch that does not abide in me. എന്നിൽ വസിക്കാത്ത ഒരു കൊമ്പുണ്ട്. You see the context, immediate context of the passage, immediate context. When Jesus says that those branches that do not abide in me do not bear fruits, he is referring to a branch in the midst. അവിടെ യേശു പറയുന്ന ഒരു കൊമ്പുണ്ട്. നിങ്ങളിൽ ഒരു കൊമ്പ് ഫലം കായ്ക്കുന്നില്ല. He was referring to whom? Judas. He was referring to Judas when he says this passage. Okay, forget about Judas. You do not know who that person is. നമുക്ക് ഇപ്പം അറിയാം ജൂഡസ് ആണെന്ന്, കാരണം പിന്നെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട്. നമുക്കറിയത്തേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും സംശയിക്കുന്നത്? പത്രോസിനെയാണോ യോഹന്നാനെയാണോ? അങ്ങനെയാ പത്രോസിനെ സംശയിക്കത്തുള്ളൂ. ഈ പുള്ളി എടുത്തിയാട്ടക്കാരി, ഈ പുള്ളിയായിരിക്കും ഒരു പക്ഷേ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന. പുള്ളിയുടെ പ്രകൃതിയൊക്കെ കണ്ടിട്ട് ഒറ്റിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. Judas was so nice, never criticized Jesus, never stumbled, ഒരിക്കലും ഇടറിപ്പോയിട്ടില്ലെന്നേ. The thing is that he was the treasurer, that's all. Lot of money in his bag. പക്ഷെ ഈ മനുഷ്യൻ superficially attached to Jesus. Judas was attached visibly. എല്ലാവരും നോക്കുമ്പോൾ യേശുവിൽ വസിക്കുന്നു എന്ന തോന്നല് ജൂഡസിനെ സംബന്ധിച്ചുണ്ട്. പ്രിയ സഹോദരങ്ങളെ, Judas did not give any indication that he was going to betray Jesus Christ. We would have doubted Peter otherwise. But this man was superficially attached to Jesus Christ as a branch and referring to him, Jesus, that there is a branch that does not abide in me. And this morning, let me tell you, dear ones, there are people in every church who are superficially attached to Jesus. ഉപരിവിപ്ലവമായി പുറമെ നോക്കുമ്പോൾ യേശുവിൽ വസിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ഉപരിവിപ്ലവമായ വാസമല്ല. ചേർന്നിരിക്കുന്ന അവനുമായിട്ട് വിട്ടുപിരിയുവാൻ കഴിയാത്ത ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് വരുവാൻ ഇന്ന് പകൽ ശാലോം ചർച്ചിനെ വചനത്താൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു. We do not want a superficial attachment with Christ. Rather, an internal, strong, cordial, vital relationship with Christ is needed. നമുക്കതല്ലേ ആവശ്യമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവമക്കളെ. എല്ലാ സഭകളിലും ഇങ്ങനെ ഉപരിവിപ്ലവമായിട്ട് ചെയ്യുന്നവരുണ്ട്. യേശുവിനെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രം ആരാധിക്കുന്ന സഹോദരങ്ങൾ, ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ സേവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തുമുണ്ട്, ഇന്നുമുണ്ട്. യേശു പറയുന്നു, നീ അവസാനത്തോളം സഹിച്ചു നിന്നാൽ മാത്രമേ എൻ്റെ ശിഷ്യനാകുവാനായിട്ട് കഴിയുകയുള്ളൂ. Even during the time of Jesus Christ, there were people who loved Jesus Christ because he had given them strong words. ആരാണ് ഈ കൂട്ടർ? അപ്പം തിന്നവരാണ്.
യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. Many left me, left him. 66. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യത്തില് പറഞ്ഞോ, വായിച്ചോ. See, they went back and walked no more with Christ. Who were these people? These people were superficially attached to Jesus Christ. And the previous day, what an enjoyment conversion it was. Because Jesus fed these people with the 5 loaves and 2 fishes. All these people were having good time with Jesus Christ. They said that he is my king. And they professed Jesus Christ as their God, as their Messiah. ഇവർ ഉപരിപ്ലവമായിട്ട് പോകുന്നില്ല, അവർ യേശു മശിഹായ എന്ന് ഏറ്റു പറഞ്ഞവരാണ്. യേശു കർത്താവിന്റെ കൂടെ പോകുകയാണ്. പ്രീവിയസ് ഡേയില്, even next day they went after Jesus Christ, traveling 40 miles from Nazareth to Capernaum. 40 മൈൽ യാത്ര ചെയ്ത പിറ്റേ ദിവസം അവർ യേശുവിന്റെ പുറകെ ചെന്നത്. 40 മൈല്. രണ്ടാമത്തെ ക്രൂസൈഡാ. So there were 2 conventions, 2 crusades, 2 meetings. In the first meeting, Jesus fed everyone. And they thought that next day, Bedakana would be there. അതാണല്ലോ നമ്മുടെ വിഷയം. ഒന്നാമത്തെ ദിവസം നല്ല ചാപ്പാട് കൊടുത്തു. അപ്പോൾ ഇവർ ചിന്തിച്ചു നാളെ ബെറ്റർ ചാപ്പാട് കിട്ടുമെന്ന്. അതുകൊണ്ട് 40 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് ഇവർ നസറേത്തിൽ നിന്ന് കബർദൂമിലെത്തി. പക്ഷെ യേശു കർത്താവ് ഉള്ളം തുറന്നു. These people were those people who not only saw miracles, rather they experienced miracle. And there were times they saw miracles. അല്ലേ? കണ്ടവരല്ല, അത്ഭുതം കണ്ടവരല്ല, അല്പം അനുഭവിച്ചവരാണ്. അത്ഭുതം കണ്ടവെന്ന് പറഞ്ഞാൽ രോഗിയെ സൗഖ്യമാക്കുമ്പോൾ കാണുകയാണ്, ലാസനെ ഉയർപ്പിക്കുമ്പോൾ കാണുകയാണ്, കുരുടനെ സൗഖ്യമാക്കുമ്പോൾ കാണുകയാണ്, വരണ്ട കൈയുള്ളവരെ സൗഖ്യമാക്കുമ്പോൾ കാണുകയാണ്. ഇത് ഇവർ അത്ഭുതം തിന്നു, അത്ഭുതം അനുഭവിച്ചു. They experienced the miracles performed by Jesus Christ. എന്നിട്ട് യേശു ഉള്ളം തുറന്നപ്പോൾ ഇവരിൽ പലരും വിട്ടുപോയി യേശുവിനെ. Superficial attachment with Christ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ, കർത്താവുമായിട്ടുള്ള ബന്ധം എക്സ്റ്റേണൽ ആണോ അതോ ഡീപ്പ് റിലേഷൻഷിപ്പ് ആണോ? അപ്പോൾ ഇവരെല്ലാം പിരിഞ്ഞു പോവുകയല്ലേ. Being a pastor, Jesus was so sad. Being a pastor here, if 50 people leave this church, what an unfortunate pastor I am, right? Leave, pack everything and leave Canada, right? See here Jesus, യേശു നോക്കിയപ്പോൾ എല്ലാവരും പോയി. അപ്പം തിന്നവരെല്ലാം പോയി. യേശുവിനെ മശിഹ എന്ന് വിളിച്ചു പറഞ്ഞവരെല്ലാവരും പോയി. കർത്താവ് എന്ന് വിളിച്ചവരെല്ലാം പോയി. ആകെ വിഷമിച്ചു. 10,000-15,000 പേര് ഒറ്റ ദിവസം സഭയിൽ കൂടിയതാണെന്ന്. പിന്നെ അവിടെ യൂത്ത് മീറ്റിംഗ്, സിസ്റ്റേഴ്സ് മീറ്റിംഗ്, പിന്നെ ആനിവേഴ്സറി എന്ന് വേണ്ട സൺഡേ സ്കൂൾ എല്ലാ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇവരെല്ലാം പോകുകയാണ്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? 12 പേരോട് പറയും, നിങ്ങളെങ്കിലും എന്ത് ചെയ്യരുത്, പോകരുത്. എല്ലാവരും പോവുകയല്ലേ അച്ചായ, ഒന്ന് പിടിച്ച് നിൽക്കണേ ഒന്ന് പറയും. ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി യേശു പറയും, നിങ്ങൾക്കും വേണേ പോകാം, നിങ്ങൾക്കും വേണേ പോകാം. ഇത് ആളെ കൂട്ടുന്ന പ്രസ്ഥാനമല്ല. ഇത് എങ്ങനെയെങ്കിലും 10 പേരെ ഇതിനകത്ത് കൊണ്ടുവരുന്ന പ്രസ്ഥാനമല്ല. യേശു ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അവര് പോയതുപോലെ നിങ്ങൾക്കും വേണേ പോകാം. പക്ഷെ പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? നിന്റെ കയ്യിൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. We are not going to leave you because there are words of eternal life with you. In the book, shout hallelujah. Why? Because we follow him. Because he has the words of eternal life. പോകരുതേ. കർത്താവ് പോക്കോളാൻ പറഞ്ഞാലും നമ്മൾ പിടിച്ചു നിന്നോളാം. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ ഒരു ഗ്രൂപ്പിനെയാണ് സഭയ്ക്കകത്ത് വേണ്ടത്. പ്രിയ ദൈവമക്കളെ, യേശു ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ ഇല്ല. ശിഷ്യന്മാർ ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ അങ്ങേ അനുഭവിച്ചവരാണ്, ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നത് അതെ അപ്പം തിന്നുവാൻ വേണ്ടിയല്ല, ഞങ്ങൾ അങ്ങേ അനുഭവിക്കുന്ന നിത്യജീവന്റെ മൊഴികൾക്ക് വേണ്ടിയാണ്. ഇന്ന് പകൽ സഭയോടെ ദൂത കൈമാറുന്നു. യേശുവിനെ അനുഗമിക്കുന്ന അപ്പം തിന്നുവാൻ വേണ്ടിയല്ല, യേശുവിനെ അനുഗമിക്കുന്ന
നിത്യജീവന് വേണ്ടിയാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പക ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്ത് വന്നാലും ഞാൻ വിട്ടു പോകയില്ല, എന്ത് വന്നാലും ഞാൻ പിരിഞ്ഞു പോകയില്ല, എന്ത് വന്നാലും ഞാൻ പിന്മാറുകയില്ല. എന്റെ യേശു എനിക്ക് വലുതാണ്. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് പകൽ ആഴത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുകയാണ്. Never, never leave. ഒരിക്കലും വിട്ടുപോകരുത്, ഒരിക്കലും വിട്ടുപോകരുത്, ഒരിക്കലും വിട്ടുപോകരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ ഉണ്ടാകട്ടെ. ഉപരിപ്ലമായതായ ഒരു ബന്ധമല്ല നമുക്ക് വേണ്ടത്. ഇന്ന് പകൽ ആഴത്തിൽ ആഴത്തിൽ ആർക്കും പിൻപിരിക്കാൻ കഴിയാത്ത, ആർക്കും വേർപെടുത്തുവാൻ കഴിയാത്ത ഒരു ബന്ധമാണ് ആവശ്യമായിരിക്കുന്നത്. ഓ ജീസസ്, ജീസസ്. അങ്ങനെ ഒരു തീരുമാനമാണ് നമ്മുടെ കർത്താവിന് വേണ്ടത്. I will never leave master at any cost. പാട്ടുപാടി യോഗം കഴിയുമ്പോൾ ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തവരെ അല്ല യേശുവിന് വേണ്ടത്. രഹസ്യ ജീവിതത്തിനും പരസ്യ ജീവിതത്തിനും കർത്താവുമായിട്ട് ആഴമേറിയ ബന്ധം പുലർത്തുന്ന ഒരുവനെയാണ്, ഒരുവളെയാണ് കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് പല സാഹചര്യം പ്രതികൂലമാണെങ്കിലോ, സാഹചര്യം അനുകൂലമാണെങ്കിലോ, എല്ലാം അനുകൂലമാണെങ്കിലോ, എല്ലാം പ്രതികൂലമാണെങ്കിലോ, ഇല്ല ഞാൻ യേശുവിനെ വിടുകയില്ല, യേശുവിനെ വിടുകയില്ല, എൻ്റെ കർത്താവിനെ വിടുകയില്ല. അവൻ എൻ്റെ ആത്മസഖിയാണ്, അവൻ്റെ ആത്മാവിൻ്റെ ബന്ധമാണ്. ഇല്ല, അവനെ എനിക്ക് വിടുവാൻ കഴിയുകയില്ല, എനിക്ക് അവനെ വിട്ടുപോകുവാൻ കഴിയുകയില്ല. അപ്പം കിട്ടിയാലും ഇല്ലെങ്കിലോ, ആളുകൾ പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലോ, ഇല്ല ഞാൻ വിട്ടു പോകയില്ല. ഓ യേശുവിന്റെ നാമത്തിൽ നിന്ന് പകദൂത കൈമാറുന്ന ആളുകൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, ഇല്ല ഞാൻ വിട്ടു പോകയില്ല. യേശുവേ നാമം പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിലെ ചില ഹൃദയങ്ങൾ ആഴത്തിൽ പതിയട്ടെ, ആഴത്തിൽ പതിയട്ടെ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ വെളിപ്പാട് ആഴത്തിൽ നിന്ന് പകൽ ഉണ്ടാകട്ടെ. ദൈവകൃപയുടെ വെളിപ്പാട് ആഴത്തിൽ നിന്ന് പകൽ ഉണ്ടാകട്ടെ. Power of the Holy Spirit, power of the Holy Spirit, power of the Holy Spirit. Even there were people who loved Jesus Christ during the time of Jesus. There were people who loved Jesus Christ during the time of apostles. There were people who loved Jesus Christ throughout the history. Even today, there are people who leave Jesus for several reasons. ഇന്ന് പകൽ യേശുവിനെ വിടരുത്, കടന്നു പിടിച്ചോണം. ആഴമേറിയ ബന്ധമാണ്. ഇതിവിടം കൊണ്ട് തീരുന്നതല്ല, നിത്യത മുഴുവൻ ചെലവാക്കേണ്ടതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാലും ഇല്ലെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും, ഇന്ന് പകൽ യേശു കർത്താവുമായിട്ടുള്ള ബന്ധം അവനിൽ വസിച്ചേ തീരുകയുള്ളൂ എന്ന് കർത്താവിനോട് പറയുവാനൊരു ആത്മബന്ധം ഇന്ന് പകലിൻ്റെ കർത്താവാത്മാവ് നമുക്ക് നൽകുമാറാകട്ടെ. ഈ ഹീബ്രൂസിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. They were superficially attached people during the time of Apostles 3:14. There we read Hebrews 3:14. There we read that Paul, the writer of Hebrews, is admonishing them, don't backslide, don't go away. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. Hold fast the first faith you have. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം ക്രിസ്തുയേശുവിൽ പങ്കാളികളായി തീരും. It doesn't matter what your relationship with Christ at the beginning was. It matters what your relationship with Christ at the end of your life. ഇപ്പോൾ അങ്ങനെയുണ്ട്. അവസാന ശ്വാസം വലിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അതനുസരിച്ചാണ് നിത്യത. നീ മുറുകെ പിടിക്കണം. ഈ വിശ്വാസത്തെ കൈവിടരുത്. ഈ വിശ്വാസം മുറുകെ പിടിക്കണം. Praise the Lord. മുറുകെ പിടിക്കണം പ്രിയ സഹോദരങ്ങളെ. What was the context? The
church in the Jewish people began to leave the church while the writer was writing Hebrews. സഭയിൽ നിന്ന് ആളുകൾ പോകാൻ തുടങ്ങി. അവർ മറ്റു പലതും കാണാൻ തുടങ്ങി. അവർ സഭ വിട്ടു പോകാൻ തുടങ്ങി. ലേഖനകർത്താവ് പറയണ, പോകരുത്, അവസാനം വരെ എന്തി പിടിച്ചു നിൽക്കണം, അവസാനം വരെ പിടിച്ചു നിൽക്കണം. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ സ്റ്റെപ്പ് വെച്ച കുറച്ച് വിശ്വാസികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പകൽ ഏത് വന്നാലോ, ഇന്ന് പകൽ കർത്താവിനോട് പറയുന്ന, കർത്താവേ, ഞാൻ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലോ എൻ്റെ യേശുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് അവസാനം വരെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവസാനം വരെ നിൽക്കണം, അവസാനം വരെ നിൽക്കണം പ്രിയ സഹോദരങ്ങളെ. So abide in him internally and with a deeper connection. ആഴമേറിയ ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും വരണം. A deep connection with Christ always in our lives. ഇനി യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. എനിക്ക് ധാരാളം കാര്യങ്ങളൂടെ പറയുവാനുണ്ടായിരുന്നു, സമയം പോകുന്നല്ലോ. ഫലം കായ്ക്കാത്ത വൃക്ഷം. We read in Luke chapter 13, a non-bearing fruit tree. ഫലം കായ്ക്കാത്ത വൃക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എവിടെയാണ് ഈ അത്തിവൃക്ഷം നിൽക്കുന്നത്? This fig tree is in the vineyard. അല്ലേ? ഒരു മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷമാണ്. മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷം. ശ്രദ്ധിക്കും നിങ്ങൾ, മുന്തിരിത്തോട്ടത്തിൽ സാധാരണ അത്തിവൃക്ഷം നടാറില്ല. മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടാൽ മുന്തിരി വള്ളികൾക്ക് കേടുണ്ടാകും. പക്ഷേ ഈ തോട്ടക്കാരൻ്റെ കരുണ നിമിത്തം, കൃപ നിമിത്തം ഈ അത്തിവൃക്ഷത്തെ മുന്തിരിത്തോട്ടത്തിൽ നട്ടു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ തോട്ടത്തിൽ വരുവാൻ ഒരവകാശമില്ലാതിരുന്ന എന്നെയും നിങ്ങളെയോ എവിടുന്ന് പറിച്ചു നട്ട ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ഈ തോട്ടത്തിൽ വരുവാൻ എനിക്ക് നിങ്ങൾക്കും ഒരനുവാദവും ഒരവകാശമോ ഒരു സാഹചര്യം ഇല്ലാതിരുന്ന കാലത്ത് ഈ അത്തിവൃക്ഷത്തെ അവിടുന്ന് പിഴുതെടുത്ത് ഈ മുന്തിരിത്തോട്ടത്തിൽ നട്ട ദൈവത്തിന്റെ കാരുണ്യത്തിനായി ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ആ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. You are standing in the vineyard. നിങ്ങൾ അത്തിവൃക്ഷമാണ്, പക്ഷെ നിൽക്കുന്ന മുന്തിരിത്തോട്ടത്തിലാണ്. മുന്തിരിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. പണ്ടേ വെട്ടിക്കളയേണ്ടതാണ്. എന്നിട്ട് യജമാനൻ പറയുന്നു, I did fertilizing this tree for 3 years. 3 വർഷം എന്ത് ചെയ്തു? വളമിട്ടു. So what was the expectation of gardener here? The tree would bear fruit after 3 years, but the tree did not bear fruit. Fertilizer, വളമിട്ടു. ഇത് ഇസ്രായേൽ മക്കളെ പ്രതിദാനം ചെയ്യുന്ന സംഭവം കൂടിയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരട്ടെ. ജീസസ് അവർക്ക് വളം എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? പ്രവാചകന്മാര്, ന്യായപ്രമാണം, തിരുവെഴുത്തുകള്, പുരോഹിതന്മാര്, ഇതെല്ലാം ഇവർക്കുണ്ടായിരുന്നു. അവർക്ക് കൊടുത്ത വളമാണിതെല്ലാം. സമയാസമയങ്ങൾ ദൈവദാസന്മാരെ അവർക്ക് വേണ്ടി അയച്ചു, പ്രവാചകന്മാരെ അവർക്ക് വേണ്ടി അയച്ചു. പക്ഷെ അവർ ഫലം കായ്ക്കാത്ത അവസ്ഥയിലേക്ക് ഉണ്ടായി. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താ ഈ വളം? എന്താ വളം? കാനഡയിൽ വന്നതാ വളം, ഇവിടെ ജോലി കിട്ടിയതാ വളം, ഇവിടെ ഉയർച്ച കിട്ടിയതാ വളം, ഇവിടെ വണ്ടി കിട്ടിയതാ വളം, ഇവിടെ വീട് കിട്ടിയതാ വളം. ഇതൊക്കെ ആര് തന്നതാ? ആര് തന്നതാ? ദൈവം തന്നതാണോ? എന്താ പറയാൻ മടി? ആര് തന്നതാണ്? ദൈവം തന്നതാണ്. 5 കോടി കടമുണ്ടെങ്കിലും വീട് ദൈവമാണ് തന്നത്. തന്നവൻ വീട്ടാൻ ശക്തിയുള്ള ദൈവമാണ്. Praise the Lord. Hallelujah. അത് ദൈവം തന്ന വളമാ. ജോലി ദൈവം തന്ന വളമാ. ഫാമിലി ദൈവം തന്ന വളമാ. കുടുംബ ബന്ധങ്ങൾ ദൈവം തന്ന വളമാ. ഈ രാജ്യത്ത് വരുവാൻ ദൈവം ഇടയാക്കിയത് ദൈവം തന്ന വളമാണ്. ദൈവം വളമിട്ടു. എന്തിനു വേണ്ടി? ഫലം കായ്ക്കുവാൻ. ഫലം കായ്ക്കുവാൻ. നന്മകൾ കൂടുന്നതനുസരിച്ച് ദൈവത്തോട് സ്തുതി കരയറ്റിക്കോണം.
ആരാധന വർദ്ധിപ്പിച്ചോണോ, അടുപ്പം വർദ്ധിപ്പിച്ചോണോ, സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന അനുസരിച്ച് ദൈവത്തോട് ആഴമേറിയ ബന്ധമുണ്ടായിരിക്കണം. കാരണം എന്താണ്? ഇത് ദൈവം തന്ന വളമാണെന്ന് ഇത് മകൾ ബോധ്യമുള്ള ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന വളമായി ഇതെല്ലാം. എന്നാൽ ഫലം കായ്ച്ചില്ല. പിന്നെയും പഴയപടി, പിന്നെയും പഴയ അവസ്ഥ, പിന്നെയും നിരുത്സാഹം, പിന്നെയും ആത്മാർത്ഥതയില്ലായ്മ, പിന്നെയും തണുത്ത മട്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ റിവൈവൽ മീറ്റിംഗ് എന്ത് ചെയ്യണം? നടത്തി ഉണർത്തിക്കൊണ്ട് വരണം. ഇന്ന് പല സഭകളിൽ റിവൈവൽ മീറ്റിംഗ് അല്ല വേണ്ടത്, റിസറക്ഷൻ മീറ്റിംഗാണ് വേണ്ടത്. ആർക്കാ റിവൈവൽ വേണ്ടത്? റിവൈവൽ ആർക്കാ വേണ്ടത്? ഉറങ്ങിക്കിടക്കുന്നവർക്കാ വേണ്ടത്. അവരെ എങ്ങനെയും ഉണർത്താം. റിസറക്ഷൻ ആർക്കാ വേണ്ടത്? ചത്ത് കിടക്കുന്നവർക്ക്. ഇന്ന് പല സഭകളിൽ റിവൈവൽ കൊണ്ട് നടക്കത്തില്ല, പല റിസറക്ഷൻ മീറ്റിംഗ് വന്നാലേ ഇവർ ഉണരുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, എന്തിനാ നമുക്ക് റിവൈവല്? ദൈവം തന്ന വളത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ പോരെ. അത് ഓർക്കുമ്പോൾ നമ്മൾ റിവൈവ്ഡ് ആകുകയല്ലേ. ഇന്ന് പകൽ പാസ്റ്റർ പ്രസംഗിക്കണ്ടോ? ഓ ഹോളി സ്പിരിറ്റ് മേ റിവൈവ് യു. യു ക്യാൻ റിവൈവ് യുവർസെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉണർത്തുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽ ദൈവം തന്ന വളത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഓരോ നന്മകൾ ദൈവത്തോട് അനുഭവിക്കുന്നതോറും ആരാധന കൂടട്ടെ, പ്രാർത്ഥന കൂടട്ടെ, ഉപവാസം വർദ്ധിക്കട്ടെ, കണ്ണുനീർ ഒഴുകട്ടെ, ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കട്ടെ, ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പകല ദൈവസഭ ഉണരട്ടെ. ദൈവസഭ അത് ചടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കട്ടെ. ആത്മബലം പ്രാപിക്കട്ടെ. ദൈവകൃപ അനുഭവിക്കട്ടെ. ആത്മാവിന്റെ ചൈതന്യം അനുഭവിക്കട്ടെ. Oh Jesus, we praise you, praise you, praise you. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഫലം കഴിക്കാത്തതല്ല ചെത്തി വെടിപ്പാക്കുന്ന പോലെ ഇന്ന് പകൽ ദൈവം തന്ന വളം. ഇന്ന് പകൽ ദൈവമാണ് വളം നൽകിയത്, ദൈവമാണ് വളമിട്ടത്. ഈ രാജ്യത്ത് വന്ന ദൈവമാണ്. ഇന്ന് പകൽ അതിനനുസരിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊള്ളാം. യേശുവിന്റെ നാമത്തിൽ പകൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ സഭ മുഴുവനും ഇന്ന് പകൽ ദൈവത്തെ നന്ദി പറയട്ടെ. ഓ ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയട്ടെ. രാജ്യത്തെ കൊണ്ടുവന്നതിന് നന്ദി പറയട്ടെ. തന്ന വളത്തിന് നന്ദി പറയട്ടെ. തന്ന ജോലിക്ക് നന്ദി പറയട്ടെ. തന്ന സൗകര്യങ്ങൾക്ക് നന്ദി പറയട്ടെ. ഇല്ല, ഞാൻ പിന്മാറുകയില്ല, പിന്മാറുകയില്ല. ഓ യേശുവിന്റെ നാമത്തിൽ പകൽ ദൈവാത്മാവിന്റെ ചൈതന്യം ഈ ആലയത്തിന് മൂടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന തന്റെ ജനത്തിന്റെ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉറങ്ങിക്കിടക്കുന്ന ജീവിതത്തിലെ ചില അവസ്ഥകളെ ഇന്ന് പകൽ ദൈവാത്മാവ് ഉണർത്തട്ടെ. ചാരം മൂടിക്കിടക്കുന്ന ചില തീക്കനലുകൾ ഇന്ന് പകൽ ഓ പ്രസാദിക്കട്ടെ, ശോഭിക്കട്ടെ. ഫാൻ ഇൻ ദ ഫ്ലെയിം, ഫാൻ ഇൻ ദ ഫ്ലെയിം. ഇന്ന് പകൽ നിന്റെ മേൽ വന്നിരിക്കുന്ന കൃപ വരം ജ്വലിപ്പിക്കട്ടെ. ചാരം മൂടിക്കിടക്കുന്ന ചിലതിന്മേൽ ആ ദൈവത്തെ തീയ കത്തട്ടെ. ഇല്ല, നിനക്ക് പുറകോട്ട് പോകുവാൻ കഴിയുകയില്ല. പുറകോട്ട് പോകുവാൻ കഴിയുകയില്ലെന്ന് നിന്റെ മേൽ കത്തിയിരിക്കുന്ന ഒരു തീയുണ്ട്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന തേജസ്സിന്റെ അത് മേഘമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പകൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ജീസസ്. ദൈവസ്ഥനെ എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. അല്പസമയം ഇന്ന് പകൽ ഈ വചനം നിങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിശബ്ദരായി പോകരുത്. ആത്മനിറവിലെ നിങ്ങൾ ഈ ആലയം വിടാവുള്ളൂ. ഈ ആത്മനിറവിലെ വിടാവുള്ളൂ. ഉപരിപ്ലമായതല്ല വേണ്ടത്. പലരും വിട്ടു പോകുമ്പോൾ ഞാൻ വിട്ടു പോകയില്ല എന്ന കർത്താവിനോട് പറയുവാൻ കഴിയുമോ?